നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കുറച്ചു നേരമായില്ലേ തുടങ്ങിയിട്ട്. മുഖ്യമന്ത്രിയുടെ വീഡിയോ കോൺഫറൻസ് ആയതുകൊണ്ടല്ലേ ഞാൻ. അതും ഉരുൾപൊട്ടലിൽ പെട്ടവരുടെ ബന്ധുക്കൾക്ക് ദുരിതാശ്വാസം കൊടുക്കുന്നത് സംബന്ധിച്ച്. നമ്മൾ കൃത്യസമയത്ത് കണക്കൊക്കെ പ്രസന്റ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ പാവങ്ങൾക്ക് ആ പണം കിട്ടിയില്ലെന്ന് വരും. കേന്ദ്ര ഫണ്ടിന്റെ ഒക്കെ കാര്യമല്ലേ അമ്മേ. എടി നിക്ക്. പാവങ്ങള്, അഗതികള്, അവർക്കുള്ള സഹായധനം ഇതെല്ലാം നല്ലത് തന്നെയാ. പക്ഷെ വല്ലപ്പോഴും സ്വന്തം കാര്യത്തെ പറ്റി കൂടി ഒന്ന് ചിന്തിക്കണം. നാട്ടുകാരുടെ മൊത്തം കാര്യം എടുത്ത് തലയിൽ വെക്കാന്ന് വെച്ചാ അതിനുവേണ്ടി നീറി ഒടുങ്ങാനുള്ളതാണോ നിന്റെ ജന്മം? അതിനു വേണ്ടിയല്ലേ അമ്മേ ഞാൻ ഈ ജോലി തെരഞ്ഞെടുത്തത്. ചെറുപ്പത്തിലെ മനസ്സിൽ വേര് പിടിച്ചൊരു സ്വപ്നം. ആ സ്വപ്നം മനസ്സിൽ നട്ടു നനച്ച് വളർത്തുമ്പോഴും തഴച്ചു വളരുമ്പോഴും വിഷ്ണുവേട്ടനൊന്നും ചിത്രത്തിലില്ല. ഒരു കുടുംബം തന്നെ ഇല്ല. ഭർത്താവെന്ന് പറയുമ്പോ മനസ്സിൽ തെളിയുന്നത് അമ്മയും ഞാനും അടക്കമുള്ള 3 മക്കളെയും പെരുമഴ പെയ്യുന്ന ഒരു രാത്രി തെരുവിലേക്ക് തള്ളിയിറക്കി അച്ഛനെ പോലൊരു പുരുഷന്റെ മുഖമാ. മോളെ, അന്ന് അമ്മയെ സഹായിക്കാൻ ആരും ഉണ്ടായില്ല. ആ കണ്ണീരിന്റെ ചുവടിൽ അമ്മ കളക്ടർ എന്നൊരു സ്വപ്നം വിഗ്രഹമായി ഒരുക്കിയെടുത്തതും മനസ്സിൽ പ്രതിഷ്ഠിച്ച് ആരാധിച്ചതും വളരെ കഷ്ടപ്പെട്ട് ഞാനത് നേടിയെടുത്തു. പിന്നെയോ AC കാറിലെ യാത്ര, AC സ്യൂട്ടിലെ മീറ്റിങ്ങുകളും കുശല പ്രശ്നങ്ങളും, 7 കോഴ്സ് ഡിന്നറുകളും, ഹൈ ക്ലാസ് ബന്ധങ്ങളും, ഇതൊക്കെ ആസ്വദിച്ച് കളക്ടറുടെ ബംഗ്ലാവിൽ സുഖമായി കിടന്നുറങ്ങിയാ മതിയോ അമ്മേ? കാർഷിക വിളകൾക്ക് വിലത്തകർച്ചയുണ്ടായപ്പോ ആത്മഹത്യയിൽ അഭയം തേടിയ ഒരു അച്ഛന്റെ മകൾ ഉണ്ടാകും അന്നത്തെ ശാലിനിയുടെ പ്രായത്തിൽ. കടലിൽ പോയ സ്വന്തം ബന്ധുക്കളെ പറ്റി ഒരു വിവരവും ഇല്ലാതെ തീരത്ത് കണ്ണീർ വാർത്തിരിക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ടാവും അന്നത്തെ ശാരികയുടെ പ്രായത്തിൽ. ഉരുൾപൊട്ടലിൽ മണ്ണിനടിയിൽ മറഞ്ഞുപോയ സ്വന്തം മക്കൾ ഇപ്പോഴും ജീവനോടെ ശേഷിക്കുന്നുണ്ടാവുന്ന പ്രതീക്ഷയിൽ മഞ്ഞും മഴയും രാപ്പകൽ കണ്ട് കാത്തിരിക്കുന്നൊരു ശാരദാമ്മയുണ്ടാവും. മോളെ, ഞാൻ അങ്ങനെ അമ്മേ, അമ്മ പേടിക്കണ്ട. വിഷ്ണുവേട്ടൻ എന്ന നിധിയെ കൈവിട്ട് കളയില്ല ഞാൻ. അത് എന്റെ പ്രാണവായുവാ. അതില്ലാതെ എനിക്ക് ജീവിതമില്ല. അമ്മേ, പെണ്ണ് കാണലല്ലേ നടന്നിട്ടുള്ളൂ. നിശ്ചയമൊന്നും നടക്കാൻ പോകുന്നില്ല. ശാലിനിക്ക് ജീവനുണ്ടെങ്കിൽ ശാരദേ, ഇത്ര നാള് നിങ്ങൾ കളിക്കുന്ന ഈ കളിക്ക് ഞാൻ കൂട്ടുനിന്നു. അതെനിക്ക് സ്വന്തമായി അഭിപ്രായം ഇല്ലാത്തതുകൊണ്ടൊന്നും അല്ല. പിന്നെ അങ്ങനെ അഭിപ്രായം പറയാനും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പരിധി കഴിഞ്ഞ് ഇടപെടാനും എനിക്ക് സ്വാതന്ത്ര്യമില്ലെന്ന വിശ്വാസത്താല്. എന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോ അച്ഛൻ എവിടെയായിരുന്നു എന്ന് ശാലിനി തിരിഞ്ഞു നിന്നൊരു ചോദ്യം ചോദിച്ചാ എനിക്ക് മറുപടി ഇല്ലാതായി പോവും. പെൺബുദ്ധി പിൻബുദ്ധി എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ അതിത്ര തലതിരിവാവെന്ന് കരുതിയിട്ടില്ല. എല്ലാം തനിയെ വെളിപ്പെടുമെങ്കിൽ വെളിപ്പെട്ടോട്ടെ എന്ന് കരുതിയാ ഞാൻ ഇത്രയും കാത്തിരുന്നത്. പക്ഷേ ഇത് കുറച്ച് കൂടുതൽ അങ്ങ് നീണ്ടുപോയി ശാരദേ. എന്നായാലും ഇത് വെളിപ്പെടുക തന്നെ ചെയ്യും. ഈ വീട്ടിൽ നിങ്ങൾ ഒളിച്ചും പാത്തും കഴിയുമ്പോ ആണായ നിങ്ങളും ഇല്ലായിരുന്നോ ഗോപാലകൃഷ്ണ കൂടെന്ന് ആരെങ്കിലും ഒന്ന് ചോദിച്ചാ ഞാൻ എന്ത് മറുപടി പറയും ശാരദേ? ഗോപാലട്ട ഒന്ന് പതുക്കെ, അവള് കേക്കും. കേക്കുന്നെങ്കിൽ കേക്കട്ടെ ശാരദേ. ഇനി ഇത് ഒളിപ്പിച്ചു വയ്ക്കാൻ പറ്റില്ല.
ഇനി ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാ ഉദ്ദേശമെങ്കിൽ ഞാൻ തന്നെ എല്ലാം വിഷ്ണുവിനോട് തുറന്നു പറയും. അല്ലാതെ വിഷ്ണുവിന്റെ കല്യാണം ദേ പുറത്താരോ വന്നിട്ടുണ്ട്, ആരാന്ന് നോക്കി. വയ്യാത്ത ഞാൻ തന്നെ പോയി നോക്കണമല്ലേ? അത് പിന്നെ നടക്കണമെന്നല്ലേ വൈദ്യര് പറഞ്ഞേക്കുന്നേ. ആ, ഇങ്ങനെ നടക്കുന്നതിലും ഭേദം കിടക്കുന്ന തന്നെയാ. ജില്ലാ കളക്ടർ ആരാത്? രാഘവൻ നായരോ? ആ, രാഘവൻ നായർ എന്നെ ഗോപാലകൃഷ്ണ. വേണ്ട ഗോപാലകൃഷ്ണ, എന്നെ സഹായിക്കാൻ എന്നിട്ട് നീ താനും കൂടെ വീഴണ്ട. സ്വന്തം തളി അവനവൻ തന്നെ ചുമക്കണമെന്നല്ലേ? അല്ല, അകത്തോട്ടിരിക്കായിരുന്നു. വേണ്ട, എവിടെങ്കിലും ഇരുന്നാ പോരെ. 6 വർഷം മുമ്പ് നമ്മൾ കാണുമ്പോ ഞാൻ വീൽ ചെയറില. ഇപ്പോ ഞാൻ എഴുന്നേറ്റപ്പോ ഗോപാലകൃഷ്ണൻ വടികുത്തി. കാലത്തിന്റെ ഓരോ ഇന്ദ്രജാലങ്ങളെ. വാഴാനും വീഴാനും ഓരോ കാലം ഉണ്ടല്ലോ രാഘവൻ നായരെ. ആ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.